രണ്ട് മൂന്ന് മിനിറ്റ് സ്തോത്രം സ്തോത്രം എനിക്ക് ഒരാൾ വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്തോത്രം. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് സ്തോത്രം. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന് സ്തോത്രം. 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 Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Stotram. 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 Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. Stotram. 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 Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. സായങ്കാലം യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവ മൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ ഒരു പ്രാവശ്യം കൂടി ലൈവായിട്ട് വരുവാനിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുകയാകുന്നു. അല്പസമയ വചന ചിന്തയ്ക്കായി 2 തീമോഥെയോസ് 4-ാം അധ്യായം 13-ാമത്തെ തിരുവചനം വായിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സായങ്കാലം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനം തുറക്കുവാനടിയനെ ഇടയാക്കിയതോർത്ത് സ്തോത്രം. കേൾക്കപ്പെടുന്ന ഹൃദയങ്ങളെ സ്വർഗം തുറക്കണമേ. വായോടും നാവോടും കൂടെ ഇരിക്കണമേ. കർത്താവേ, കോവിഡ് എന്ന മഹാവ്യാധിയെ ലോകത്തു നിന്നും ശാസിക്കണമേ. മരണദൂതനെ പിൻവലിക്കണമേ. യഹോവേ, അങ്ങേക്കതിന് കഴിവുണ്ടല്ലോ കർത്താവേ. സായങ്കാലം കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദയയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. സായങ്കാലം വായിച്ചതായ ദൈവവചനം എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും സുപരിചിതമായ വചനം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാകുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രത്യേകാൽ ഇപ്രകാരം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അനന്തതയുടെ അണിയറയിൽ ആദി ദൈവമായ എലോഹീതാൻ അനാദികാലങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ ഗോതമ്പ് മണിയായി നിർമ്മിച്ചു.
കാലാതീതനെങ്കിലും കാലത്തികവിങ്കൽ കന്യകയുടെ മകനായി പാവലോക ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടു. പ്രകൃതിയുടെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ കിളിർത്തു വളർത്തപ്പെട്ടു. ഗതസമനയിൽ കൊയ്യപ്പെട്ടു. പീലാത്തോസിൻ്റെ അരമന മുതൽ കാൽവറിക്കുന്നുവരെയും മെതിക്കപ്പെട്ടു. പച്ച പൈൻമരത്തിൽ കാരിരും പാണിയിൽ ദൈവ ക്രോധാഗ്നിയുടെ ബോർമയിൽ വെന്തരിഞ്ഞു എനിക്കും നിനക്കും ജീവനുണ്ടാകുവാൻ പുറത്തു വന്ന ജീവന്റെ അപ്പമത്രേ ക്രിസ്തു. അവനെക്കുറിച്ച് തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മനുഷ്യരാശിയെ മരണത്തിൻ്റെ മടിത്തട്ടിൽ നിന്നും മടക്കി വരുത്തി വലിയ ധവള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അന്തിമവിധി പ്രഖ്യാപിക്കുവാൻ അധികാരം പ്രാപിച്ചവൻ യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം. നമ്മൾ വായിച്ചതായ ദൈവവചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് അരിമശിഷ്യനാകുന്ന തിമത്യോസിന് പറയുകയാകുന്നു, തൻ്റെ മിഷണറി യാത്രയിൽ ത്രോവാസിൽ താൻ വെച്ചു പോന്നതായ ചില സാധന സാമഗ്രികൾ നീ വരുമ്പോൾ കൊണ്ടുവരിക. ഇപ്പോൾ പൗലോസ് റോമൻ കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ പൗലോസിന് ശൈത്യത്തെ അതിജീവിക്കുവാൻ ആവശ്യമായ വസ്ത്രങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തൻ്റെ പുതപ്പ് ത്രോവാസിൽ ഞാൻ വെച്ചിരിക്കുന്നത് നീ എടുത്തുകൊണ്ട് വരിക. അത് തന്നെയുമല്ല, ചില വിശേഷപ്പെട്ടതായ ചർമ്മലിഖിതങ്ങൾ അതും നീ വരുമ്പോൾ കൊണ്ടുവരിക. തിമത്യോസിന് കൃത്യമായി തന്നെ പൗലോസിൻ്റെ ലെറ്റർ കിട്ടുവാനിടയായി. എന്നാൽ നമ്മിൽ പലരെയും പോലെ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്നുള്ളതായ ചിന്ത തിമോത്യോസിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ചില ദിവസങ്ങൾ താമസിച്ചു. എങ്കിലും താൻ പൗലോസ് ആവശ്യപ്പെട്ടതായ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതവുമായിട്ട് താൻ ഒരു ദിവസം പൗലോസ് കിടന്ന കാരാഗ്രഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനിടയായി. തിമോത്യോസ് ചെന്നപ്പോൾ കാരാഗ്രഹം ശൂന്യമായി കിടക്കുന്നു. അവിടെയുള്ളതായ കാവൽ പടയാളികളോട് ചോദിച്ചു, ഇതിനകത്ത് കിടന്നതായ ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. അത് പറഞ്ഞപ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഏതാനും ചില ദിവസങ്ങൾക്ക് മുന്നമേ അദ്ദേഹം വധിക്കപ്പെടുവാനിടയായി. ഇത് കേട്ട മാത്രയിൽ തിമോത്യോസ് അവിടെ മുഴങ്കാലിരുന്നു കൊണ്ട് എൻ്റെ ഗുരുനാഥനെ ഗുരുനാഥനെ എന്നുള്ളതായ വിലാപത്തോടുകൂടി അവനായിരിക്കുവാനിടയായി. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുന്നമേ പൗലോസിനെ വധിക്കുന്നതിൽ പ്രയാസമുള്ളതായ കാരാഗ്രഹ പ്രമാണി പൗലോസ് കേൾക്കത്തക്ക രീതിയിൽ പൗലോസിനെ വധിക്കുവാൻ ഉപയോഗിക്കേണ്ടതായ വാള് പൗലോസ് കേൾക്കത്തക്ക രീതിയിൽ കല്ലിൽ വെച്ച് രാകുവാനിടയായി. ഈ ശബ്ദം കേട്ടപ്പോൾ പൗലോസ് എഴുതി, ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിനെ കണ്ടെത്തിയതായ പൗലോസ് അവൻ്റെ മരണം യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചില്ല എങ്കിൽ നിനക്ക് സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും പൗലോസ് അതിൽ നിന്ന് പിന്മാറുവാനിടയായില്ല. നാം ചിന്തിക്കുക, നശ്വരമായ ലോകത്ത് നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ നാം തയ്യാറാകുക. ഇനി ഏതാനും നാളുകൾക്കകം ലോകത്തിൻ്റെതായ അവസാന ഘട്ടത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. UN സംഘടന പറയുന്നത് 2031 ലോകത്തെ ഭരിക്കുവാനുള്ളതായ ഒരു നേതാവിനെ ഞങ്ങൾ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അത് അന്തിക്രിസ്തു ആകുന്നുവെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അന്തിക്രിസ്തു ലോകത്ത് ഭരിക്കുന്നതായ ഒരു സുദിനത്തിനു മുന്നമേ ദൈവസഭ ഇവിടെ നിന്നും മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, ഒരു 10 വർഷത്തിൽ കൂടുതൽ ലോകം ഇതേപോലെ പോകുകയില്ല എന്ന് ദൈവവചനവും ലോക സംഭവങ്ങളും നമ്മോട് വിളിച്ചറിയിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കൾ പോകുവാൻ തയ്യാറായിട്ടുണ്ടോ?
അപ്പോസ്തോലികവും കാതോലികവുമാകുന്ന ഉപദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എങ്കിൽ തന്നെയും നാം ചിന്തിക്കുക, മനുഷ്യരുടേതായ അവസ്ഥ. അപ്പോസ്തലൻ പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 41-ാമത്തെ വാക്യം: അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോസ്തലനാകുന്ന പത്രോസിൻ്റേതായ വിദ്യാഭ്യാസം വളരെ വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നിലേക്ക് വന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ ഇറങ്ങി വന്നതായ പരിശുദ്ധാത്മാവ് തന്നിലേക്കൂടെ ഇറങ്ങി വന്നപ്പോൾ പത്രോസ് മറ്റു ശിഷ്യന്മാരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മ പ്രേരണയാൽ പൗലോസ് പറയുന്നു, മറ്റൊരുത്തൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ പറയുന്നു. സ്തോത്രം. നാം ആ ഭാഗം വളരെ വ്യക്തമായി ഒന്ന് ചിന്തിച്ച് പഠിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അതിൽ പറയുന്നതായ നാമം പിതാവിൻ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പീനെന്ന് പറയുമ്പോൾ നാമത്തിലാണ് സ്നാനം കഴിക്കുന്നത്. പേരായ ശബ്ദത്തിന് നാമമെന്ന് പറയുന്നത്. സ്തോത്രം. സ്തോത്രം. പിതാവ് ഒരു നാമമല്ല, പിതാവ് ഒരു സ്ഥാനമാണ്. പുത്രനൊരു നാമമല്ല, പുത്രനൊരു സ്ഥാനമാണ്. പരിശുദ്ധാത്മാവ് ഒരു നാമമല്ല, പരിശുദ്ധാത്മാവ് ഒരു സ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ നാമം ഏത്? യേശു കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഉള്ളതായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. പുത്രന്റെ നാമം യേശു ക്രിസ്തു. ഇത് മനസ്സിലാക്കിയ ശ്രീകാമാർ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചതായിട്ട് തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, ഈ നാമത്തിൽ നമ്മൾ സ്നാനപ്പെട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ, നാം ചിന്തിക്കുക, ചില കൺവെൻഷനുകൾ, ചില ക്രൂസേഡുകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ അതിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഘോഷിക്കുമ്പോൾ അതിന് വേദപുസ്തകപരമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും? തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇതിനൊരു ബദൽ, ഒരു 2 തെളിവ് വിശുദ്ധ തിരുവെഴുത്തിലുണ്ടോ? 9 സ്ഥലത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടതായിട്ടും പെടുത്തിയതായിട്ടും, ഒന്നാമത്തെ ജാതികനാകുന്ന കൊർന്നല്ലോസിൻ്റെ ഭവനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ അവരോട് കൽപ്പിച്ചു. നാം ചിന്തിക്കുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ പോകുന്ന കാര്യം വളരെ പരിമിതമാണ്. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് സ്വർഗത്തിന് അവകാശികളായി ധൈര്യത്തോടുകൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ആയിരിക്കുവാൻ, ജീവിക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. വായിച്ചതായ ദൈവവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ ട്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ച് പോന്ന പുതപ്പ്, പ്രൈസ് ദി ലോർഡ്,
പുതപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏലിയാവിനെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാനിടയാകുന്നുണ്ട്. ഇന്ന് രാജാക്കന്മാർ 14-ാം അധ്യായം പ്രാരംഭ ഭാഗത്ത് തിസ്ബിയിൽ നിന്നുള്ള ഏലിയാവിൻ്റേതായ ചരിത്രം നാം പഠിച്ചാൽ, പരിശോധിച്ചാൽ അവൻ്റെ പാരമ്പര്യമൊന്നും പറയുന്നില്ല. പിതാക്കന്മാരുടേതായ ചരിത്രമൊന്നും വേദപുസ്തകത്തിൽ വേണ്ട രീതിയിൽ പറയുന്നില്ല. എങ്കിലും അവൻ തിസ്ബിനായ ഏലിയാവ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ചിന്തിച്ചാൽ, ഏലിയാവ് ജനിക്കുന്നതായ സമയം യഹോവ എന്ന നാമം ദേശത്തു നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പെസഹായും ചോരത്തളിയും ആചരിച്ച് കടന്നു വന്നതായ ജനതതി ഇപ്പോൾ യഹോവ എന്ന നാമം പോലും ദേശത്ത് നിന്ന് ഉച്ചാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒരു എബ്രായ ഭവനത്തിൽ ഒരു ബാലകൻ പിറന്നപ്പോൾ ആ ഭാര്യയും ഭർത്താവും ചേർന്ന് ആ ബാലന് പേരിട്ടു ഏലിയാവ്. പേരിൻ്റെ അർത്ഥം യഹോവ ദൈവം. ഇവൻ പ്രായമായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതായ സമയം അവനിങ്ങനെ കടന്നു പോകുമ്പോൾ ബാലിൻ്റെ അശേര പ്രതിഷ്ഠ കൊണ്ട പ്രവാചകന്മാർ താറും വാച്ചി കുടുമയും കെട്ടിക്കൊണ്ട് കൂട്ടമായി നിൽക്കുമ്പോൾ ഇവനെ അടുക്കിലേക്ക് വിളിക്കും. ഇവൻ ചെല്ലും, ഇവനോട് ചോദിക്കും, എന്താടാ നിന്റെ പേര്, എന്താടാ കുഞ്ഞാ നിന്റെ പേര്? അവൻ പറയും, എൻ്റെ പേർ ഏലിയാവ്. ഏലിയാവെന്ന് പേര് കേൾക്കുമ്പോൾ പ്രവാചകന്മാർ ഒരു ചുവട് പിന്നാക്കം മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദേശത്ത് നിന്നും ദൈവ നാമം മാറ്റപ്പെട്ടതായ സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദേശത്ത് മഞ്ഞും മഴയും പെയ്യാതിരിക്കുന്നതായ കാലഘട്ടത്തിൽ അവനിതാ വിളിച്ചു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ പറഞ്ഞിട്ടല്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ, 3.5 വർഷം ദേശത്ത് മഞ്ഞുമില്ല, മഴയുമില്ല, ആകപ്പാടെ വരൾച്ചയുടേതായ വലിയൊരു പ്രതികൂല സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്തൊരു രാജാവുണ്ടായിരുന്നു. രാജാവ് ജനത്തിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം പാർക്കുന്നതായ സമയത്ത് ദേശത്ത് വലിയ വരൾച്ചയുണ്ടായി, കൊടും ചൂട്. അങ്ങനെ ആയപ്പോൾ രാജാവിന് കൊട്ടാരത്തിൽ താമസിക്കുവാൻ, ഇരിക്കുവാൻ, നിൽക്കുവാൻ, ഉറങ്ങുവാൻ ഒന്നും സാധിക്കുന്നില്ല ചൂട് കൊണ്ട്. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, ഈ ചൂടിനെ മാറ്റി നിർത്തുവാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ചൂടിനെ മാറ്റുന്നതിന് വേണ്ടി മന്ത്രി ഒരു കാര്യം ചെയ്തു. രാജകൊട്ടാരത്തിന് ചുറ്റും വലിയൊരു കിടങ്ങുണ്ടാക്കി അതിൽ വെള്ളം നിറച്ചു. വെള്ളം നിറച്ചപ്പോൾ രാജകൊട്ടാരം തണുത്തു, രാജാവും തണുത്തു, ചൂടിൻ്റേതായ അവസ്ഥ മാറ്റപ്പെട്ടു. രാജാവിന് വലിയ സന്തോഷമായി. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വരൾച്ചയുടേതായ ഒരവസ്ഥ വന്നു. വരൾച്ചയുടേതായ അവസ്ഥ വന്നപ്പോൾ രാജാവ് വീണ്ടും മന്ത്രിയെ വിളിച്ചു, മന്ത്രി എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ രാജകൊട്ടാരത്തിൽ പാർക്കാൻ സാധിക്കുന്നില്ല. മന്ത്രി പറഞ്ഞു, ഇപ്പം ദേശത്തുള്ളതായ സകല ഉറവുകളും വറ്റിപ്പോയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വനത്തിൻ്റെ ഉള്ളിലുള്ള തടാകത്തിൽ കുറേ വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ടുവരുവാൻ ജനത്തോട് രാജാവ് ആഹ്വാനം ചെയ്താൽ ജനം അതനുസരിക്കും. അങ്ങനെ രാജാവ് ദേശത്ത് മുഴുവൻ പെരുമ്പറം കൊട്ടി വിവരം പറഞ്ഞു. കൽപ്പന പ്രകാരം ജനമൊക്കെയും വനത്തിൻ്റെ ഉള്ളിലുള്ളതായ തടാകത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരുവാൻ പുറപ്പെട്ടു. അങ്ങനെ അന്നും ബുദ്ധിമാന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. രാജാവ് വെള്ളം കൊണ്ടുവരാനോ പറഞ്ഞിട്ടുള്ളൂ, വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞില്ല. ആയതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ബുദ്ധിമാന്മാരായ ആളുകൾ അവർ സെൻറ്റ് കുപ്പിക്കകത്തും അത്തർ കുപ്പിക്കകത്തുമൊക്കെ 2 തുള്ളി വെള്ളം കൊണ്ടുവന്ന് രാജാവിൻ്റെ തടാകത്തിലിട്ട് ഒഴിച്ചു. എന്നാൽ ചില ആളുകൾ വലിയ ഭീപ്പകളിലും പാത്രങ്ങളിലും, വലിയ വലിയ പാത്രങ്ങളിലൊക്കെയും തടാകത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് രാജാവിൻ്റെ ഈ തടാകത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, നമ്മുടേതായ തീന്മേശകൾ നിറയട്ടെ, അതിലൊക്കെയും വരുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക. അങ്ങനെ 2 തുള്ളി വെള്ളം ഒഴിച്ചേച്ച് മിടുക്കന്മാരായ ബുദ്ധിമാന്മാരായ ചില ആളുകൾ രാജാവ് ഒരുക്കി വച്ചിരിക്കുന്നതായ ചിക്കനും മട്ടണും
എല്ലാം കടിച്ച് രസിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം കൊണ്ടൊഴിച്ചതായ ജനത്തെ കാണുവാൻ രാജാവ് അന്തഃപുരത്തിൽ നിന്നും മാളികമുറിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി. രാജാവ് വന്നപ്പോൾ ഈ ജനത്തിൻ്റെതായ അവസ്ഥ കണ്ടപ്പോൾ, ഘോരമൃഗങ്ങളുള്ളതായ വനത്തിൽ ഈ ജനം ജീവനെ ത്രവൽ ഗണിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നതായ വെള്ളം നമ്മുടെ ആ തടാകത്തിൽ ഒഴിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് ഈ ജനത്തെ വെറുതെ വിടുവാൻ പാടില്ല. രാജാവ് പറഞ്ഞു, നമ്മുടെ പാണ്ഡികശാലകൾ തുറക്കട്ടെ. തുറന്നതിന് ശേഷം അതിലുള്ളതായ പൊൻ വെള്ളി നാണയങ്ങൾ വെള്ളം കൊണ്ടുവന്ന പാത്രങ്ങളിൽ നിറച്ചു കൊടുക്കാൻ പറഞ്ഞു. വലിയ വീപ്പയ്ക്കകത്ത് വെള്ളം കൊണ്ടുവന്നതായ ആളിന് ഒരു വീപ്പ പൊന്നാണയം കിട്ടി. എന്നാൽ സെന്റ് കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നതിന് കിട്ടിയത് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കുക. സ്തോത്രം, സ്തോത്രം. നാം വലിയവനായ ദൈവത്തിൻ്റെ വിരിച്ചൊരുക്കിയതായ ആ സ്ഥലത്താണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ സ്വർഗമുണ്ട് എന്ന കാര്യം നാം മറന്നു പോകണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മെ നടത്തുവാൻ കഴിവുള്ളവനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകണ്ട എന്ന് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുകയാകുന്നു. സ്തോത്രം. അങ്ങനെ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഏലിയാവ് പറഞ്ഞതനുസരിച്ച് ദേശത്ത് 3.5 വർഷമായിട്ട് മഴയില്ല. ഏലിയാവ് പറഞ്ഞു, എല്ലാവരെയും കർമ്മേൽ പർവ്വതത്തിലേക്ക് കൂട്ടുവാൻ ഏലിയാവ് ആഹ്വാനം ചെയ്തു. അങ്ങനെ അശേരിൻ്റെ പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ, അങ്ങനെ 850 പേർ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ, അവർക്ക് ആദ്യത്തെ അവസരം കൊടുത്തു. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ യാഗപീഠം ഒരുക്കി യാഗവസ്തുവിനെ യാഗപീഠത്തിൽ കിടത്തി തീ കത്തിക്കാതെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം, അവനാണ് ദൈവം. അങ്ങനെ ബാലിൻ്റെ അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാർക്ക് അവസരം ആദ്യം കൊടുത്തു. അവർ ഉച്ചവരെയും നിലവിളിച്ചു. ഒരു മറുപടിയും ഉണ്ടായില്ല, ഒരു മറുപടിയും ഉണ്ടായില്ല. അതിനുശേഷം ഏലിയാവ് പറഞ്ഞു, ഇനി എൻ്റെ അവസരമാണ്, ജനം എൻ്റെ അടുക്കൽ വരട്ടെ. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിയുവാനിടയായി. സ്തോത്രം, സ്തോത്രം. ആയതിനു ശേഷം ഒരു യാഗപീഠം അവിടെ പണിതു. 12 കല്ലെടുത്ത് വെച്ചൊരു യാഗപീഠം പണിതു. അതിൻ്റെ മേൽ വിറകടുക്കി. പ്രൈസ് ദി ലോർഡ്. ശേഷം ഒരു മൃഗത്തെ കൊന്ന് അതിനെ യാഗപീഠത്തിൻ്റെ മുകളിൽ വെച്ചു. യാഗപീഠത്തിന് ചുറ്റും വലിയൊരു തോടുണ്ടാക്കി. 2 സയാവിത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സയാവിത്തെന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 പറ നെല്ല് വിതയ്ക്കത്തക്ക വലിപ്പമുള്ളതായ സ്ഥലം കാണും. അങ്ങനെയെങ്കിൽ 2 സയാവിത്ത് വിതയ്ക്കത്തക്ക വലിപ്പമുള്ള സ്ഥലമൊരുക്കിയെന്ന് പറഞ്ഞാൽ 3 പറ നെല്ല് വിതയ്ക്കത്തക്ക വലിപ്പമുള്ളതായ വലിയൊരു കണ്ടം അവനവിടെ ഒരുക്കുന്നു. ശേഷം അതിലേക്ക് വെള്ളം നിറയ്ക്കുവാൻ പറയുന്നു. സ്തോത്രം, സ്തോത്രം. അതിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം ഏലിയാവ് മുഴങ്കാലിലിരുന്നു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരിണിത ഫലമായിട്ട് ക്ഷണത്തിൽ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി യാഗവസ്തുവും യാഗമൃഗവും തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ആത്തി. ശേഷം അവിടെ ബാലിൻ്റെ അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാരെ 850 പേരെ അവിടെ വധിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാകുന്നു. നാം ചിന്തിക്കുക, പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുതപ്പ് പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് നിൽക്കുന്നു. ദൈവദാസനായ കീശിൻ്റെ മകനാകുന്ന
ദാവീദ്. സ്തോത്രം, സ്തോത്രം. അവൻ ചെറുപ്രായമാണിപ്പോൾ. വനത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാത്തതായ ശൗൽ ദേശത്തുള്ള സകല ഇസ്രായേലും നിന്നാലും ശൗലിൻ്റെ തോള് വരെയോ മറ്റുള്ളവർ കാണുകയുള്ളൂ. എത്ര ഉയരമുള്ളവൻ നിന്നാലും മറ്റുള്ളവരുടെ തോളിനേക്കാൾ ഉയരമുള്ളവനായിരുന്നു ശൗൽ. കോമള രൂപിയാക്കിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനയെ അവൻ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം അവനെ തിരസ്കരിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിജാതീയര് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോരുന്നതായ സമയം, സ്തോത്രം, അവർ പോരുന്നതായ സമയം അവർ ഇസ്രായേൽ മക്കളിൽ നടപ്പിൽ പ്രയാസമുണ്ടായിരുന്ന ആളുകൾ ഏറ്റവും പിന്നാക്കമായിരുന്നു. അവരെ ആ ദേശത്ത് പാർത്തിരുന്ന അമാലേക്ക് എന്ന ജാതി അവരെ ദണ്ഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ തൻ്റെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടവരാകുന്നു എന്ന കാര്യം നാം മനഃപൂർവ്വം മറന്നു കളയുക. സ്തോത്രം, സ്തോത്രം. മനസ്സോട് നമ്മളങ്ങ് മറന്നു കളയുക. നാം ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടവരാകുന്നു എന്ന കാര്യം. ഇവിടെ അമാലേക്ക് ചെയ്തതായ കാര്യത്തെ ദൈവം തൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. പ്രവാചകനോട് പറയുന്നു, ആയതുകൊണ്ട് അവൻ എൻ്റെ ഹിതപ്രകാരം ചെയ്തില്ല. ആദ്യത്തെ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ദൈവം വിജയം കൊടുത്തു. പക്ഷേ ആഗാനെയും ആയതുപോലുള്ളതായ അമാലേക്കിൻ്റെ രാജാക്കന്മാരെയും അമാലേക്കിനുള്ളതായ മേൽത്തരമായ മൃഗങ്ങളെയൊക്കെയും നശിപ്പിക്കാതെ, കൊന്നുകളയാതെ അവയൊക്കെയും സംരക്ഷിക്കുവാനിടയായി. ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കാതെ വന്നപ്പോൾ യഹോവയ്ക്കത് പ്രയാസമായി. സ്തോത്രം. അപ്പോസ്തലൻ പത്രോസ് പരിശുദ്ധാത്മ നിറവിൽ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുമ്പോൾ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ധാരാളം 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 ആളുകളെ കാണുന്നു വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിക്കുന്നവർ. ധാരാളം ആളുകൾ വിശുദ്ധന്മാരായിട്ടുണ്ടെങ്കിൽ ഏകസത്യ ദൈവത്തെ അവർ വിട്ടിട്ട് പരികുറച്ചെന്നും മറ്റു ജോലി നേടിത്തന്നെന്നൊക്കെ പറഞ്ഞ് പലരെയും വിശുദ്ധരായിട്ട് ആരാധിക്കുന്നു. അത് ദൈവവചന വിരുദ്ധമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രം. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. സ്തോത്രം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. സ്തോത്രം, സ്തോത്രം. നമ്മൾ ചിന്തിക്കുക, മനുഷ്യന് കാണാൻ പാടില്ലാത്തവൻ്റെ, മനുഷ്യന് കാണത്തക്ക രീതിയിൽ വെളിപ്പെട്ടു വന്ന ഏക സത്യ ദൈവമാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ അവനെ കണ്ടെത്തുവാൻ എനിക്കിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. ചെറുപ്രായത്തിൽ ദൈവമില്ലെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുള്ളതായ ചിലയിടങ്ങളിലൊക്കെയും ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയായി നിങ്ങളെ ഇപ്പോൾ കേൾക്കുന്നത്. സ്തോത്രം, സ്തോത്രം. എന്നെയും അവൻ കണ്ടെത്തി. ഹൈന്ദവനായിരുന്ന എന്നെയും ദൈവം കണ്ടെത്തി. സ്തോത്രം. 11 പ്രാവശ്യം RSSന്റെ അറ്റാക്കുണ്ടായി. പക്ഷേ കൃപയാൽ ശരീരത്ത് തൊടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഓരോ സ്ഥലത്ത് നിന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ രാത്രി 1 മണി, 1:30 മണി, 2 മണിയൊക്കെ ആകും. ആ സമയത്തൊക്കെ ഇവർ ചുറ്റും നിന്ന് വടിവാളൊക്കെ എടുത്ത് കാണിച്ച് ഇപ്പം നിന്നെ കൊത്തുക എന്ന് പറയും. സ്തോത്രം,
സ്തോത്രം. എന്നാൽ കൃപയാൽ സ്വർഗത്തിലെ ദൈവം ഇന്നുവരെയും നിർത്തിയിരിക്കുന്നു. 11 പ്രാവശ്യം അവർ അറ്റാക്ക് ചെയ്ത്. എങ്കിലും കൃപയാൽ ദൈവകൃപയാൽ ഇന്നും ആയിരിക്കുവാൻ സ്വർഗം എന്നെ ഇടയാക്കുന്നു. ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. ഏലിയാവില ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിതു. സ്തോത്രം. അതിനുശേഷം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി. വസ്തുവും യാഗപീഠവും തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇതാ ദാവീദ് തന്നെ കുറിച്ചുള്ളതായ നിർണയം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ചെറുപ്രായത്തിൽ ആടിനെ തീറ്റിക്കൊണ്ട് നിന്നതായ സമയം, തനിക്ക് ധാരാളം സമയങ്ങളുണ്ടായിരുന്നു. അവന് തീരുമാനം വന്നെടുത്തു. ഉച്ചയ്ക്കും പ്രഭാതത്തിലും സന്ധ്യാനേരത്ത് ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. എന്നാൽ ദൈവം അവനെ രാജസ്ഥാനത്തേക്ക് ആക്കിക്കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ പ്രാർത്ഥിപ്പാൻ സമയം കാണുന്നില്ല. മാളികയുടെ മുകളിൽ കൂടി ഉലാവിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് കാണുകയും ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ അവൻ ആഗ്രഹിക്കുകയും ആയതുമൂലം അവനവിടെ കൊലപാതകം ചെയ്യുവാനിടയായി. അത് യഹോവയായ ദൈവത്തിന് അനിഷ്ടമായി തോന്നി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് നാം ചിന്തിക്കുക, ദൈവം അവനോട് കരുണ കാണിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ കരുണ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ദൈവത്തിൻ്റെ ഹൃദയനിർണയ പ്രകാരമുള്ള ദാവീദ് പാപം ചെയ്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവൻ 4 ഇരട്ടി, അവൻ പ്രവാചകനോട് പറഞ്ഞതനുസരിച്ച് 4 ഇരട്ടി അവന് പ്രതികാരം കിട്ടുവാനിടയായി. അപ്പോൾ ജനിച്ച ശിശു അബ്ശാലോം, അദോനിയാവ്, അസരിയാവ്, ഇങ്ങനെ 4 മക്കളെ ദൈവം മാറ്റുവാനിടയായി. അബ്ശാലോമിനെ കുറിച്ച് പഠിച്ചാൽ അവൻ്റെ മുടി മുതൽ ഉടൽ വരെ പാദം വരെയും യാതൊരു ഊനമില്ലാത്തവനായിരുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവനെ കൊല്ലുവാൻ അബ്ശാലോം പടയാളികളുമായിട്ട് പുറപ്പെട്ടു വരുന്ന സമയം രാജാവ് പറയുന്നു തൻ്റെ പടയാളികളോട്, നിങ്ങൾ കുമാരനോട് ദോഷമായിട്ടൊന്നും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ദുഷ്ടന്മാരായ പടയാളികളാൽ അബ്ശാലോം വധിക്കപ്പെടുവാനിടയായി. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദാവീദിൻ്റെ വീട്ടിലൊരു മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഇതാ പ്രവാചകനെ കൂട്ടി ഇസ്രായേലിലുള്ള പ്രഭുക്കന്മാരും ധനാഢ്യന്മാരായ ആളുകളും എല്ലാവരും ഇതാ ഈശായിയുടെ ഭവനത്തിൽ കടന്നു വന്നവർ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേലിലുള്ളതായ വലിയ വലിയ ആളുകൾ കടന്നു വന്നിരിക്കുന്നു. പ്രഭുക്കന്മാരും ഒക്കെയുമുണ്ട്. അവരോട് പറഞ്ഞു, ഇവിടെ ഇതാ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് താൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇശായി ദേശത്തെ മാന്യനായി ജീവിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം തൻ്റെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു മണിപ്പന്തലൊക്കെ കെട്ടി വന്നതായ ആളുകളുടെ സ്ഥാനമാനങ്ങൾക്കനുസരണമായിട്ട് അവരെ അവിടെ ആദരിച്ചിരുത്തി. ഇശായിക്ക് 8 മക്കളാണുള്ളത്, ആൺമക്കൾ. അങ്ങനെ 1-ാമൻ മുതൽ 7-ാമൻ വരെയും പ്രവാചകൻ്റെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറയുന്നു, ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവത്തിന് തെറ്റുപറ്റുമോ? ഇല്ല, ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രവാചകൻ ഇശായിയോട് ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇനി ഏറ്റവും ഇളയവനുണ്ട്, അവൻ ആടിനെ തീറ്റിക്കൊണ്ട് വനത്തിലായിരിക്കുന്നു. പ്രവാചകൻ പറയുന്നു, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവൻ്റെ ആഗമനത്തിനു വേണ്ടി അവനെ ഇതാ ഇശായി ഭവനത്തിൽ നിന്നും വിട്ടു അവനെ വിളിപ്പിക്കുന്നു. ബാലകനായ ദാവീദിനെ വിളിപ്പിക്കുന്നു. ദാവീദ് ഇതാ തൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്.
ഭവനത്തിലേക്ക് വരുന്നതായ സമയം തൻ്റെ വീടിൻ്റെ വാതിക്കൽ വന്നപ്പോൾ വീട്ടിൽ വലിയ ആഘോഷം നടക്കുന്നു. പന്തലൊക്കെ ഇട്ടു. ഇസ്രായേൽ ജനം, പ്രഭുക്കന്മാരൊക്കെ അവരെയൊക്കെ ആദരിച്ചിരുത്തിയിരിക്കുന്നു. എന്നാൽ ബാലകനായ ആട്ടിടയനായ ആ ദാവീദ് ഇതാ വരുന്ന സമയം പ്രവാചകനോട് ദൈവം പറയുന്നു, നീ എഴുന്നേൽക്കുക. ബാലകൻ്റെ മുൻപിൽ എഴുന്നേൽക്കുക. പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ ഇസ്രായേൽ പ്രഭുക്കന്മാരും ഇസ്രായേലിലുള്ളതായ സകല ആളുകളും ദാവീദിനെ കണ്ട് എഴുന്നേൽക്കുവാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. മറ്റുള്ളവൻ്റെ മുൻപാകെ മുട്ടുമടക്കുവാനുള്ളതല്ല നിങ്ങളിലേക്ക് ദൈവം പകർന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആയതുകൊണ്ട് മറ്റുള്ളവൻ്റെ മുൻപാകെ കുറവുള്ളവനായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തിയാൽ, പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിവുണ്ട്. സ്തോത്രം. ഈ അടുത്ത നാളിൽ ഇസ്രായേൽ നടന്നതായ യുദ്ധം, സ്തോത്രം, 67 അവർ നടത്തിയതായ യുദ്ധം, 67 വലിയ സന്നാഹമായിട്ട് ഇസ്രായേലിൻ്റെ ജനത്തെക്കാൾ കൂടുതൽ സൈന്യവുമായിട്ട് 5 രാജ്യങ്ങൾ ഇസ്രായേലിനോട്, ആ ഒന്നുമില്ലാത്തതായ ഇസ്രായേലിനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുന്നമേ ഇസ്രായേലിലുള്ളതായ പടയാളികൾ മറ്റുള്ള റഡാറിൽ കാണാത്ത രീതിയിൽ വിമാനം താഴ്ത്തി പറത്തി അവരുടേതായ ശത്രു സൈന്യത്തിൻ്റെതായ 4 രാജ്യങ്ങളുടേതായ എയർഡ്രോമുകൾ നശിപ്പിക്കുവാനിടയായി. സ്തോത്രം. അതിനുശേഷം അവർ യുദ്ധം തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് ഇടയാക്കാതെ വണ്ണം സഖ്യകക്ഷികളെല്ലാം കൂടി ഒത്തുചേർന്ന് ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയതായ യെരൂശലേം ദേവാലയ ഭാഗങ്ങളും സീനായിയുടെ ചില ഭാഗങ്ങളും അവർ പിടിച്ചെടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ അടുത്ത നാൾ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിന് ഇസ്രായേൽ പ്രയോഗിച്ചത് ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളതായ പ്രവർത്തനമായിരുന്നു. എവിടെ നിന്ന് മിസൈൽ വരുമോ ആ മിസൈൽ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകത്തക്ക ടെക്നോളജി ഇസ്രായേൽ കണ്ടെത്തുവാനിടയായി. ഇസ്രായേലിന് പറയുവാനിടയായി, ഇത് ദൈവത്താൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് അവർ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ഏത് സമയവും കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിച്ചാൽ നാം എടുക്കപ്പെടണം, കൈവിടപ്പെടുവാൻ പാടില്ല. ആയതിന് സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എടുത്തതായ ചിന്തയ്ക്ക് പകുതി ആകുന്നതിന് മുമ്പേ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രിയ അബ്രഹാം കുട്ടി പാസ്റ്റർക്കും ആയതുപോലെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും സർവകൃപാലുവായ ദൈവം നന്മകൾ നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തയ്ക്ക് ഇവിടെ അർത്ഥ വിരാമം കുറിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സായങ്കാലം മാറ്റമില്ലാത്ത ദൈവവചനം പ്രഘോഷിക്കുവാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് കേൾക്കപ്പെട്ട എല്ലാ പ്രിയമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും കൈവിടപ്പെടാൻ ഇടയാകാതെ വണ്ണം ഏകസത്യ ദൈവമായ കർത്താവിനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവരെ ഇടയാക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അതിനുവേണ്ടി അവരെ ഒരുക്കിയെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. പ്രിയ അബ്രഹാം കുട്ടി പാസ്റ്ററെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്യുന്നതായ ആത്മീയ പ്രവർത്തനങ്ങളെ ആദരിക്കുന്ന സമയം വരെയും വിശ്വസ്തയോടുകൂടി